ഇതിൽ നമുക്കറിയാം ഹണി റോസ് എന്തിനാണ് ഇയാളുടെ പരിപാടിയിൽ തുടർച്ചയായി പങ്കെടുത്തത് എന്ന ചോദ്യമാണ് വിമർശിക്കുന്നവർ ചോദിക്കുന്നത്. ആദ്യം ഒരു തവണയാണ് അവർ പരിപാടിയിൽ പങ്കെടുത്തത്. അത് ഒരു ബിസിനസ് ഡീലായിരിക്കുമല്ലോ, സ്വാഭാവികമായി അവരെ അതിൽ മോഡലായി ക്ഷണിക്കുന്നു, ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നു, അവർ പോകുന്നു. അന്നേ ദിവസം തന്നെ അവിടെ വെച്ച പരിപാടിയിൽ അവർക്കെതിരെ ഈ പറയുന്ന ദ്വയാർത്ഥ പ്രയോഗം അവിടെ നടത്തുന്നുണ്ട്. അവർക്ക് ആ സമയത്ത് അത് മനസ്സിലായില്ല എന്ന് പറയുന്നു. വീട്ടിലെത്തിയ ശേഷം പലരായി വിളിച്ചു പറയുന്നു. അതേ സമയത്ത് തന്നെ ഇയാളുടെ മാനേജറെ വിളിച്ച് പറയുന്നുണ്ട്, മോശമായി പോയി ആ പ്രയോഗമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് തുടരുകയാണ് ചെയ്തത്. പിന്നെ ഒരു പരിപാടിയിൽ പങ്കെടുത്തല്ലോ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് ഇയാളുടെ പരിപാടിയായിരുന്നില്ല. മറ്റൊരു പരിപാടിയിൽ പോയപ്പോൾ അവിടെ അതിഥിയായി വരികയായിരുന്നു. അവിടെയും ഇത് തുടർന്നു. പിന്നീട് കാണുന്നത് പലതരത്തിലുള്ള യൂട്യൂബർമാർക്ക് നൽകുന്ന ഇൻ്റർവ്യൂസാണ്. ആ ഇൻ്റർവ്യൂകളിൽ മുഴുവൻ നേരത്തെ സുജയ പറഞ്ഞതുപോലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നു. ഈ പ്രയോഗം മാത്രമല്ല, ഞാൻ നടി എന്നല്ലേ വിളിച്ചത്, ഡാഷ് എന്നല്ലല്ലോ എന്ന് പറയുന്നു. അത് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ അയാളത് സുഖമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അയാൾക്ക് പരസ്യമായി പറയാനുള്ള റൈറ്റ് ആരാണ് കൊടുക്കുന്നത്? അത്രത്തോളം സ്വാതന്ത്ര്യം ഇവിടെ ആർക്കാണുള്ളത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അവിടെയാണ് പണത്തിൻ്റെ ഹുങ്ക് എന്നുള്ള ഈ ഇവരുടെ പ്രയോഗം, ഹണി റോസിൻ്റെ പ്രയോഗം അന്വർത്ഥമാകുന്നത്. ആ പണത്തിൻ്റെ ഹുങ്കിൽ തന്നെയാണ്. ഞാൻ ചാരിറ്റി നടത്തുന്നുണ്ട്, അപ്പോൾ എനിക്ക് പെണ്ണ് പിടിക്കാം, അതിൽ നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം എന്ന് മുൻപ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ സമയത്ത് ഇയാളെ വളരെയധികം വാഴ്ത്തിപ്പാടുകയായിരുന്നു ആളുകൾ. കാരണം ഇതൊരു തുറന്ന മനസ്സോടെ എല്ലാം വിളിച്ചു പറയുന്ന ഒരു വ്യക്തി, ഒരു ധീരൻ എന്ന നിലയ്ക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ അന്ന് പലരും വാഴ്ത്തിയത്.